ഹലോ ഹായ്. അപ്പം എല്ലാവർക്കും കൊണ്ട് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സത്യം പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ വെൽക്കം. ഇന്ന് ഞങ്ങള് ഭയങ്കര സന്തോഷത്തിലാണ്. അതെ, സത്യം പറഞ്ഞാൽ നമ്മള് പ്രകൃതിയുടെ ഒത്ത നടുവിൽ നിന്നിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു വാലി, നല്ലൊരു താഴ്വാരയാണ്. ഫുൾ ഫോഗ് ഇങ്ങനെ പൊങ്ങിയിട്ട് ഇപ്പൊ രാവിലെ ഇപ്പൊ ഇവിടെ ഒരു 6:15 സമയമാണ്. അപ്പം ഞാൻ 5 മണിക്കാണ്. അത് വേറെ കാര്യം. അതെ, അപ്പൊ ഞങ്ങളാണെങ്കിൽ സൺറൈസ് കാണാൻ വന്നിരിക്കുന്നതാണ്. പിന്നെ ഞങ്ങളിപ്പോ എവിടെയാ നിക്കുന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ എവിടെ നിൽക്കുന്ന പറഞ്ഞാല് ഞങ്ങൾ നിൽക്കുന്നത് വയനാട്ടിലെ അമ്പലവയൽ എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ വില്ലേജിൽ നിന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ മൗണ്ടൻ ഉണ്ട്. ആ മൗണ്ടന്റെ മുകളിലുള്ള ഒരു ബ്യൂട്ടിഫുൾ റിസോർട്ടായ മൗണ്ട് സാനഡു. അപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് വളരെ പ്രകൃതി രമണീയമായ മൗണ്ട് സാനഡു എന്ന റിസോർട്ടാണ്. ഇത് കറക്റ്റ് പറഞ്ഞാല് വയനാടിന്റെ ഒരു സതേൺ പാർട്ടാണ്. ഈ അമ്പലവയൽ എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ ഗ്രാമം. അതിന്റെ ടൗണിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് ഉള്ളൊരു മൗണ്ടൻ ആണ്. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടല്ലോ ഒരു മൗണ്ടൻ. അപ്പം ഫുൾ ഫോഗ് കൊണ്ട് നല്ല കോടയുണ്ട്. കോട കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് ഒരു മൗണ്ടൻ ഞാൻ മിക്കവാറും കുറച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ കാണിച്ചു തരാം. ആ മൗണ്ടനെ പോലത്തെ ഒരു ഓപ്പോസിറ്റ് മൗണ്ടൻ ആണിത്. ഓക്കെ, അപ്പം ഈ ഒരു ഓപ്പോസിറ്റ് മൗണ്ടൻ ഇവര് കംപ്ലീറ്റ് ആ മൗണ്ടൻ എന്താ പറയുക കാവ് ചെയ്ത് എടുത്ത് ലെയർ സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു റിസോർട്ട് അവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ നേച്ചറിനെ ഒരു രീതിയിലും അവർ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. നിറയെ മരങ്ങളും ചെടികളും പൂക്കളും അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ കൺസ്ട്രക്ഷനാണ്. പിന്നെ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഈ ഒരു കോവിഡ് ടൈമിൽ നമ്മൾക്ക് വീടിന് പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെ തന്നെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് പിന്നെ സൈറ്റ് സീയിങ്ങിന് ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ നല്ല അതെ, ഒരു ഫുൾ ഡേ അല്ല 2 ഡേ നമുക്ക് ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാൻ തന്നെ ഇവർ പല രീതിയിലുള്ള വ്യൂ സ്പോട്ട് തന്നെ ഇവിടെ തന്നെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ആദ്യം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു ഇവിടെ ഒരു സെറ്റപ്പ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ കംപ്ലീറ്റ് വ്യൂ പോയിന്റ് പോലെ ബ്യൂട്ടി കംപ്ലീറ്റ് ചെയ്ത് അത് വേറെ സെപ്പറേറ്റ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ റിസപ്ഷൻ്റെ ടോപ്പിൽ അവരൊരു കൺസ്ട്രക്ട് ചെയ്തേക്കാണ്. ആൻഡ് കമ്പികൾ വെച്ചിട്ടുള്ളതാണ് ഒരു കൺസ്ട്രക്ഷൻ. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അതെ, പക്ഷെ ഇപ്പോൾ 2 സൈഡ് അവർ നിറയെ പൂക്കൾ, നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സാണ്. ഇത് നോക്ക്, പിങ്ക്, അതിൽ തന്നെ ഡബിൾ ഷെയ്ഡ്, അങ്ങനെ ഫുൾ പച്ചയും അതുപോലെ തന്നെ നിറയെ പൂക്കളും ഉള്ള ഒരു നേച്ചർ ബെഡിലാണ് ഞങ്ങൾ 2 ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത്. അത് കാണാൻ നിങ്ങൾക്ക് മൗണ്ട് സാനഡു. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ പോലെ ലെയർ എന്ന രീതിയിലാണ് ഈ ഒരു റിസോർട്ട് അവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ആ കാണുന്ന ആ ഗോപുരം പോലെ തോന്നിക്കുന്ന അതാണ് ഞങ്ങളുടെ റൂം. ഞാൻ അപ്പോൾ ഈ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ആ റൂം കാണിച്ചിട്ടുണ്ട്. ആ കാണുന്നതാണ് റിസപ്ഷൻ ഏരിയ. നമുക്ക് ആദ്യം ഇപ്പം നമ്മൾ പോകുന്ന ഇത് നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. ഇതിൻ്റെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കൺസ്ട്രക്ഷൻ ഉണ്ട്. അടിയിൽ നമുക്ക് ഒന്നുമില്ല. ഇവിടെ നല്ല എന്താ പറയുക, നമ്മൾ സത്യം പറഞ്ഞാൽ ആദ്യം ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. ഇപ്പോഴും പേടിയുണ്ട് കേട്ടോ. അതെ, താഴെ മുളങ്കാടുകൾ പോലെ തോന്നിക്കുമ്പോൾ അടിയിലൊന്നുമില്ല. പക്ഷെ അത് വേറെ എക്സ്പീരിയൻസ് അല്ലേ മുകുട്ടി? ഇപ്പൊ ഇതൊരു വേറൊരു രസമാണ്. നോക്ക്, ആ മൗണ്ടൻ
സണ്ണത് റേസ് ചെയ്ത് വരുമെന്ന് നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഇവിടുത്തെ എല്ലാവരും പറഞ്ഞത് ചില ദിവസങ്ങളിൽ കോട കൊണ്ട് ഫുൾ മൂടിയിട്ട് ചിലപ്പം നമുക്ക് സൺറൈസ് കാണാൻ പറ്റില്ല. പക്ഷെ ഞങ്ങളൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി സൺറൈസ് കാണാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം. അതെ, അപ്പം ഒരു കുറച്ച് റൈസൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം രാവിലെ ഞാൻ അമ്മുക്കുട്ടീനെ കുത്തി പൊക്കി എടുപ്പിച്ചിട്ട് വന്നേക്കാണ്. അതെ, പക്ഷെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മളെ വലിയവരെ പോലെ തന്നെ കുഞ്ഞുങ്ങളെയും കാണിച്ചു കൊടുക്കണം എങ്ങനെ ഒരു സൺറൈസ് ആസ്വദിക്കണം, എങ്ങനെ ഒരു സൺസെറ്റ്. അതൊക്കെ ഭയങ്കര രക്ഷ. ഇന്നലെ ആ സൺസെറ്റ് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇവിടെയൊക്കെ ഫുൾ ഓടി നടക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പേടിയായിരുന്നു അവനിങ്ങനെ ഓടി നടക്കുന്നത് കണ്ടിട്ട്. അവൻ പറയുന്നത് അവൻ കിളീനെ പോലെ പറക്കുകയാണെന്നാണ് അവൻ പറയുന്നത്. കാരണം ആ ചെറിയ കുഞ്ഞിന് പോലെ ആ ഒരു ഫീല് കിട്ടിയിട്ടുണ്ട്. അതെ, അപ്പോൾ അത് നോക്ക്, ആ ഒരു സൺ റൈസ് വന്ന് തുടങ്ങുന്നുള്ള നമുക്കത് കാണാൻ പറ്റുമെന്നാണ്. പിന്നെ ഈ ഒരു സൺറൈസ് വരുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. നമ്മളിപ്പം ഈ ഒരു മൗണ്ട് സാനഡോ റിസോർട്ട് ആക്ച്വലി ഞങ്ങൾ പല ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത സമയത്ത് പല റിസോർട്ട് നമ്മൾ നോക്കി. അപ്പം ഞങ്ങൾ സ്പെഷ്യലി നോക്കിയെന്ന് വെച്ചാൽ ഒന്നത് കോവിഡ് കാരണം അധികം തിരക്കൊഴിഞ്ഞ റിസോർട്ടുകൾ നോക്കണം, അതുപോലെ തന്നെ കോവിഡ് പ്രോട്ടോകോൾസ് അതേപോലെ നന്നായിട്ട് ഫോളോ ചെയ്യുന്നൊരു സ്ഥലമാണെന്ന് നോക്കണം. അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു റിസോർട്ട് ഞങ്ങളത് ഫൈനലൈസ് ചെയ്തത്. യെസ്, അപ്പം ഞങ്ങൾ ഇന്ന് റിസോർട്ട് കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ രാവിലെ സൺറൈസ് കാണാൻ പോയി ചീറ്റി. ബ്രേക്ക്ഫാസ്റ്റ് അമേസിങ് അടിപൊളിയായിരുന്നു അല്ലേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അച്ഛനും മമ്മിയും റൂമിൽ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഇത് പല ലെയേഴ്സായിട്ടാണ് ലെവൽസായിട്ടാണ് ഇവരിത് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കയറി ഇറങ്ങാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ഇനിയിപ്പോൾ റിസോർട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. എല്ലാവർക്കും നോക്കും എന്താണ് ഈ സാനഡു എന്ന് പറയണത്. ആക്ച്വലി സാനഡു എന്ന പേര് ഇവരിട്ടേക്കുന്ന വേറൊന്നുമല്ല, നമ്മുടെ മാന്ത്രിക കഥകളിലെ മജീഷ്യനായ മാൻഡ്രക്കിൻ്റെ വീടിൻ്റെ പേരാണ് സാനഡു. അതൊരു ഗുഹ പോലത്തെ ഒരു വീടായിരുന്നു. അപ്പം അതിനെ റിസംബിൾ ചെയ്തിട്ടാണ് അവർ ഈ സാനഡു എന്ന് ഇട്ടേക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു മലയായിരുന്നു. ഈ മലേനെ അവർ കാവ് ചെയ്തിട്ടാണ് ഇതൊരു റിസോർട്ടായിട്ട് അവർ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ഒരു 4 വർഷം ആയി ഇപ്പോൾ ഈ റിസോർട്ട് ഉണ്ടായിട്ട്. പക്ഷേ ഈ ഒരു സ്റ്റേജിലേക്ക് കൺവേർട്ടായിട്ട് ഇപ്പോൾ വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ആൻഡ് അവരുടെ ഓരോ റിസോർട്ട് റൂംസ് കാറ്റഗറി വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. അതിലൊരു സ്പെഷ്യൽ ഒരു ഡിഫറെൻറ്റ് കാറ്റഗറി ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരുന്നതായിരിക്കും. അതൊരു വല്ലാത്തൊരു എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്കത് തരുന്നത്. പിന്നെ ഈ ഒരു റിസോർട്ടിൽ അവരുടെ വേറൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇവരിവിടെ യൂസ് ചെയ്യുന്ന വെള്ളം എല്ലാം പ്യൂരിഫൈഡ് വാട്ടർ ഡയറക്ട്ലി ഫ്രം ദ മൗണ്ടനിൽ നിന്ന് കിട്ടുന്ന നല്ല വെള്ളമാണ്. നമുക്ക് റൂംസും അതുപോലെ തന്നെ റിസോർട്ടിൻ്റെ മറ്റുള്ള ഏരിയാസ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ വേറൊന്നുമല്ല, ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഈ കുട്ടികൾക്ക് പെട്ടെന്ന് ദാഹം, പ്രത്യേകിച്ച് അമ്മുക്കുട്ടി ദാഹിച്ച് വലഞ്ഞിരിക്കുന്നത് നമ്മൾ ഒരു ജ്യൂസ് കുടിക്കാന്ന് കരുതി. സോ ജ്യൂസ് കുടിക്കാൻ പോവാം. നമ്മൾ റിസപ്ഷനിൽ നിന്നുള്ള ആ വ്യൂവും അവിടുത്തെ ഒരു നമ്മുടെ റിസോർട്ടിനെ കുറിച്ചുള്ളൊരു ഐഡിയയും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായിട്ട് ആ ഒരു ഇൻഫർമേഷൻ വഴി. ഇനിയിപ്പോൾ നമ്മൾക്ക് ഈ ഒരു റിസോർട്ടിൽ പല കാറ്റഗറൈസ് ചെയ്തിട്ടാണ് റൂംസ് ഉള്ളത്. അപ്പോൾ അതിലൊരു എന്താ പറയുക ഒരു ഡിഫറെൻറ്റ് കാറ്റഗറി ഒരു റൂമാണ് ഇപ്പം ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. യെസ്,
അപ്പം നമ്മൾ ആ ഒരു റൂം ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റിയാണ്. അതുപോലെ തന്നെ ഒരു ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള റൂമാണ്. അത് ഞങ്ങൾ ഇതുവരെയായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാം അല്ലേ. ഇവിടെയുള്ള പടികൾ മൊത്തവും പാറ ചെത്തിയിട്ടുള്ള പടികളാണ്. കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ നല്ല സൂക്ഷിക്കണം അത്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ കാറ്റഗറി റൂം. അപ്പം നിങ്ങൾക്ക് അറിയാലോ, ഇതൊരു ഫാൻറ്റം കേവ് റൂമാണ്. ഇതെനിക്ക് തോന്നുന്നു നമ്മളുടെ റിസോർട്ടുകളിലൊന്നും കാണാത്ത ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. അപ്പം നമ്മൾക്ക് കണ്ടോ ഫാൻറ്റത്തിൻ്റെ ഐസ്, നോസ് എല്ലാം കാണാം. ആക്ച്വലി ഇതുവരെ എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കുമ്പം എൻ്റെ വോയിസ് ഇങ്ങനെ മുഴങ്ങിക്കേക്കാം, എക്കോ അടിക്കുന്നുണ്ട്. ആൻഡ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ്. നമുക്കപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. ഓക്കെ, ഇത് യഥാർത്ഥമായൊരു ഗുഹ റൂമായിട്ട് കൺവേർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലൊരു ഡിഫറെന്റ് ആംബിയൻസ് ആണ്. ഇതുവരെയായിട്ടും എനിക്ക് ഇങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ ആ കേവിന് അവർ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഭയങ്കര ഹ്യൂജ് റൂമാണ് ആക്കിയേക്കുന്നത്. അതിന്റെ സൈഡിൽ ചെറിയ ഒരു സ്ട്രീം, ഒരു വെള്ളം പോലെ കൊടുത്തേക്കുന്നത്. അതും ഒറിജിനൽ പാറയിൽ തന്നെയാണ് അവരിത് ചെയ്തെടുത്തേക്കുന്നത്. ആൻഡ് രാത്രിയൊക്കെ കിടക്കുമ്പോൾ നമ്മളിൽ ഒരു ഡിഫറെന്റ് ഫീലിംഗ് ആയിരിക്കും. റൂമൊക്കെ ഫുള്ളെല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് എല്ലാവർക്കും. ഇപ്പൊ ഇവർക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ കുറച്ചൊരു പേടിയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അതെ, ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ സെയിം ഞങ്ങളുടെ റൂമിൽ കണ്ട പോലെ തന്നെ ബാത്റൂം ആ സെയിം രീതിയിൽ തന്നെ അവർ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ദെൻ എവറിത്തിങ്. അപ്പോൾ നമ്മൾ ക്ലാസ് ഫാൻറ്റത്തിൻ്റെ റൂമിൽ വന്നേക്കുകയാണ്. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ചിത്രപ്പണി അവിടെ ചെയ്തിട്ടുണ്ട്. അതൊരു കൊത്തുപണി പോലത്തെ തന്നെയാണ്. ആൻഡ് ഒരു അടിപൊളിയായിട്ടുണ്ട്. ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് റൂമിൽ താമസിക്കുക എന്നുള്ളവർക്ക് പറ്റിയിട്ടുള്ളൊരു എക്സ്പോഷർ ഏരിയ ആയിരിക്കും ഇത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള റിസോർട്ടിന്റെ ഭാഗങ്ങളിലേക്ക് പോകാം. അവിടെ മാൻഡ്രേക്കിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഒരു ഫാൻറ്റം കേവ് എന്ന് വെച്ചാൽ ഒരു ദിവസം മാൻഡ്രേക്കിൻ്റെ വീട്ടിൽ ഈവനിങ് ഫാൻറ്റം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കഥയുടെ ആ ഒരു കോൺസെപ്റ്റിലാണ് ഇവർ ഈ ഫാൻറ്റം കേവ് എന്ന രീതിയിൽ ഈ റിസോർട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ റിസോർട്ടിൻ്റെ മോസ്റ്റ് എക്സ്പെൻസീവ് റൂമാണ്. ആൻഡ് ഇതാണ് ഇവിടുത്തെ പ്രസിഡൻഷ്യൽ സ്യൂട്ട്. ഇതൊരു 1100 സ്ക്വയർ ഫീറ്റിൻ്റെ റൂമാണ്. ആൻഡ് ഒരു വാവ് റൂം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അത്ര രസം ഭംഗിയുള്ള റൂമാണ്. ബാത്റൂം എന്ന് വെച്ചാൽ ഭയങ്കര ബിഗാണ്. ആൻഡ് അതിൽ ജക്കൂസി ഉണ്ട്. ആൻഡ് സത്യം പറഞ്ഞൊരു ഹണിമൂൺ കപ്പിളിന് ദ ബെസ്റ്റ് പ്ലേസ് ആണ്. അത്ര റൊമാൻറ്റിക് ആയിട്ട് രീതിയിലാണ് അവർ ഈ റൂം ഫുൾ സെറ്റപ്പ് ചെയ്ത്. പിന്നെ ഈ റൂമിൽ നിന്ന് ഒരു ഒരു ബാൽക്കണി ഉണ്ട്. ആൻഡ് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഇതാണ് സംഭവം. ഇനി ഇതിൽ കൂടുതൽ എന്താണ് നമ്മൾക്ക് വേണ്ടത്? അത്ര ബ്യൂട്ടിഫുൾ. അപ്പോൾ രാവിലെ ഇവിടെ ഇരുന്ന് തന്നെ ആ കോട മൊത്തം നമ്മളെ വന്ന് കവർ ചെയ്തോളും. അത് നല്ലൊരു അമേസിങ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഇത്. അപ്പം മൗണ്ട് സാനഡു എന്ന് പറയുന്നത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു റിഗ്രറ്റ് ഫീൽ തോന്നുന്നൊരു പ്ലേസേ ആയിരിക്കില്ല. സെക്കൻഡ് സിസ്ലർ വന്നു. അപ്പം ഞങ്ങളത് ഭക്ഷണം കഴിക്കാൻ മേടിച്ച സിസ്ലർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നിട്ട് നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പം ഞങ്ങളിത് കഴിക്കാൻ പോവാണ്. പുൽക്കയുണ്ട്, പിന്നെ പൊരിച്ചതും കുട്ടിലറോട്ടാണ് ഞങ്ങൾ ഇന്നത്തെ ലഞ്ച്. സോ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങാൻ പോവുകയാണ്.
റിസോർട്ടിന്റെ വൺ ഓഫ് ദ അതർ ഒരു നെക്സ്റ്റ് ഒരു മേജർ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു വലിയൊരു ടവർ ഉണ്ട്. ആ ടവറിന്റെ മുകളിൽ നിന്നിട്ടുള്ള വ്യൂ എന്ന് വെച്ചാൽ 365 ഡിഗ്രി വ്യൂ ആണുള്ളത്. ആൻഡ് അത് ഭയങ്കര നല്ലൊരു കിഡു എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഇതാണ് ആ വ്യൂ. ആൻഡ് സത്യം പറഞ്ഞാൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും ഭയങ്കര വലിയായിട്ടൊരു ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഒരു വൈബും ഈ ഒരു ആംബിയൻസും നമ്മളുടെ ലൈഫിലുള്ള എല്ലാ സ്ട്രെസ്സും എല്ലാം സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസ്റ്റ് ഔട്ട് ആയി കാണാം. ആൻഡ് ഇപ്പം ഇവിടെ നിന്ന് കാണുമ്പോൾ ആ മൗണ്ടെയിനും ആ റിവറും ഓൾമോസ്റ്റ് ഇപ്പം സൺസെറ്റിൻ്റെ ഒരു ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് സൺറൈസ് ചീറ്റിപ്പോയത് കാരണം സോ വി ആർ എക്സ്പെക്ടിങ് ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. എനിക്ക് വേണ്ടി ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അമ്മുക്കുട്ടിയാണ്. ഷീസ് ഓർ ക്യാമറ ഗേൾ. മൗണ്ട് സെനാഡു എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഞങ്ങൾക്ക് ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങളിവിടെ വന്നു. ഇന്നിപ്പം ഞങ്ങളുടെ ഓൾമോസ്റ്റ് ഒരു സെക്കൻഡ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് സെക്കൻഡ് ഡേ രാവിലെ സൺറൈസ് മുതൽ ടിൽ ഈ ഒരു മൊമെൻ്റ് വരെ ഞങ്ങൾ വെറുതെ ഇരുന്നിട്ടില്ല. കാരണം റിസോർട്ടിൽ അത്രയേറെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ആൻഡ് സോ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഓരോ സെക്കൻഡും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്, സ്പെഷ്യലി ഫാമിലി ആയിട്ടുള്ള ആൾക്കാർക്കും ഇവൻ ദ ഫ്രണ്ട്സും എല്ലാവർക്കും കൂടെ വന്നിട്ട് നമുക്കെന്താ പറയുക ഒരു നല്ലൊരു സ്പെഷ്യൽ മൊമെൻറ്റ്സ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു റിസോർട്ടാണ്. അതും നേച്ചറിൻ്റെ ബെഡിൽ നമ്മളിങ്ങനെ കിടന്ന് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കും. സോ ഞങ്ങൾ ഫാമിലി ഭയങ്കരമായിട്ട് ഈ ഒരു റിസോർട്ട് റെക്കമെൻഡ് ചെയ്യുകയാണ്. ഇനി വൈകുന്നേരത്തെ സൺസെറ്റും കൂടെ ഞങ്ങളുടെ വ്യൂവേഴ്സിനത് കാണിച്ചു തരണമെന്ന് നല്ലൊരു ആഗ്രഹമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ 365 ഡിഗ്രി വ്യൂ. ഫുൾ കറക്റ്റ് പറഞ്ഞാൽ മലനിരകളാണ് ഫുൾ. പർവ്വത നിരകളെന്ന് പറയുന്നത് ഞാൻ ഇത്രയും ഭയങ്കര ഡീറ്റെയിലി എൻജോയ് ചെയ്തത് ഇവിടെ വന്നിട്ടാണ്. ആൻഡ് ദൂരെ കാണുന്നത് ആ ഒരു പുഴയും അതിൻ്റെ ആക്ച്വലി ഡാമിൽ നിന്ന് വന്നേക്കുന്നുള്ളൊരു പുഴയുടെ ഒരു എക്സ്റ്റൻഷനാണത്. ആൻഡ് ഭയങ്കര നല്ലതാണ്. ഇവരൊരു നല്ലൊരു 1 hour ട്രക്കിങ് കൂടെ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. ആൻഡ് ആ ഒരു ട്രക്കിങ് ഡെഫിനറ്റ്ലി നിങ്ങൾ മിസ് ചെയ്യരുത്. പിന്നെ ഞങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടായത് കാരണം ട്രക്കിങ് ഞങ്ങൾക്ക് പോസിബിൾ ആയിരുന്നില്ല. അപ്പോൾ 2-3 പ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞു വരിക, നല്ലൊരു സ്പെഷ്യലി ഒരു അനുഭവമായിരിക്കും ആ ട്രക്കിങ് എന്ന്. ബട്ട് ഹോപ്പ്ഫുള്ളി പോയി നെക്സ്റ്റ് ടൈം നച്ചൊക്കെ വലുതായി കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. ചെക്കൗട്ടാണ്. ആൻഡ് 2 ദിവസം വളരെ ഒരു അമേസിങ് ഡേയ്സ് ആയിരുന്നു. ആൻഡ് ഈ ഒരു റിസോർട്ടിൽ ഞങ്ങൾ എല്ലാവരെയും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് എക്സാക്ട്ലി പറഞ്ഞാൽ ചിങ്കിരി ഹിൽസ് എന്നുള്ള ഹിൽസിൻ്റെ മുകളിലാണ് ഈ മൗണ്ട് സാനഡു റിസോർട്ട് നിൽക്കുന്നത്. സോ ഡിസ്ക്രിപ്ഷനും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ മെൻഷൻ ചെയ്തതായിരിക്കും. സോ എല്ലാവർക്കും ഞങ്ങളുടെ ട്രാവൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സോ ഗുഡ് ബൈ ഫ്രം കൂട്.